ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, സൈലത്തിന്റെ ബോയ്സ് ഹോസ്റ്റലിൽ ഇതാ മറ്റൊരു ഫ്യൂച്ചർ ഡോക്ടറെ നമ്മൾ മീറ്റ് ചെയ്യുന്നു. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരാണ്. പേര് പറഞ്ഞോളൂ. ഫിദ്ബി മുഹമ്മദ്. ഫിദ്ബി മുഹമ്മദ് ഏത് ബാച്ചിലാണ്? ഫിനിക്സ് ബാച്ചിലെ അടിപൊളി പെർഫോമർ ആണ് കേട്ടോ. അപ്പോ നമ്മുടെ ഞാൻ ഹോസ്റ്റലിൽ വന്നപ്പോ എനിക്ക് എന്നുവെച്ചാൽ ഞാൻ എപ്പോഴും ഗേൾസിന്റെ അടുത്തൊക്കെ പോയിട്ട് അവരിങ്ങനെ കുറെ പറയും, ബിക്കോസ് സ്വതവേ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗേൾസിന്. അപ്പൊ അവരിങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാണ്ട് തന്നെ പറയും. പക്ഷെ ബോയ്സ് കുറച്ച് റിസർവ്ഡ് ആണ്. ക്യാമ്പസിൽ കാണുമ്പോഴും മിണ്ടാൻ, അടുത്ത് വന്ന് മിണ്ടാനൊക്കെ ചെറിയൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിൽ തന്നെ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ തീരുമാനിച്ചത്. അപ്പോ ഫിദ്ബി പറയൂ, ഇപ്പൊ ഹൈബ്രിഡ് സിസ്റ്റത്തിലാണ് പഠിക്കുന്നത് അല്ലെ? അപ്പം ഹൈബ്രിഡ് സിസ്റ്റം എന്തുകൊണ്ടാണ് ബെനിഫിഷ്യൽ ആണ്? ലൈക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാമോ? ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ടോട്ടലി ക്ലൂലെസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്, ഒരു ഐഡിയ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്തു, ലൈക്ക് ഫ്രം ഗ്രൗണ്ട് സീറോ. അപ്പൊ അവിടുന്ന് വന്ന് എനിക്ക് തോന്നി ഹൈബ്രിഡ് സിസ്റ്റം ആയിരിക്കും എനിക്കൊന്ന് പ്രോഗ്രസ് ചെയ്ത്, സ്ലോലി പ്രോഗ്രസ് ചെയ്ത് പെട്ടെന്നൊരു പുഷ് എനിക്ക് കഴിയില്ല. അപ്പൊ സ്ലോലി പ്രോഗ്രസ് ചെയ്ത് ഒരു ദിവസം റിവിഷൻ അതേ സാധനം വീണ്ടും പഠിച്ച് അപ്പോൾ 2 പ്രാവശ്യം കേൾക്കുന്ന ഒരു ആവറേജ് സ്റ്റുഡൻറ് എന്ന നിലയ്ക്ക് എനിക്ക് ബിൽഡപ്പ് ചെയ്ത് വരാൻ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നിയിട്ടാണ് വന്നത്. സോ അതുപോലെ തന്നെ എനിക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റില്ല. ഒരു ഡേ ക്ലാസ് കണ്ട് നെക്സ്റ്റ് ഡേ ക്യാമ്പസിൽ പോയി പഠിക്കുമ്പോൾ ഒരേ കോൺസെപ്റ്റ് 2 തവണ കിട്ടുന്നതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയി തോന്നി. ഒരു റിവിഷൻ ഓൾറെഡി ഞങ്ങൾ കഴിഞ്ഞു, അങ്ങനെ ആ ഒരു യൂസ്ഫുൾനെസ് തോന്നി. ഓക്കെ, ക്ലാസ്സിൽ പോകുമ്പോഴേക്കും നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ പിന്നെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ അപ്പോൾ എങ്ങനെയായിരുന്നു? ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ഞങ്ങൾക്ക് എപ്പോൾ ആണെങ്കിൽ സ്റ്റാഫ് റൂമിലോട്ട് ടീച്ചേഴ്സിനെ അപ്രോച്ച് ചെയ്യായിരുന്നു. ആരായാലും എല്ലാ ടീച്ചേഴ്സും അവിടെ തന്നെ ഉണ്ടാവും. എപ്പോൾ ആണെങ്കിലും അപ്രോച്ച് ചെയ്ത് ബ്രേക്ക് ആണെന്നും ടൈമാണോ അവർക്കൊരു പ്രശ്നമല്ല. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ആണെങ്കിലും അപ്രോച്ച് ചെയ്യുന്ന ഹോസ്റ്റലിലാണെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ചോദിക്കാൻ, ഞങ്ങൾക്ക് ഇന്ന സാർ ഇന്ന സബ്ജക്ട് വേണം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ വരും. അത് രാവിലെ മുതൽ രാത്രി വരെ ആണെങ്കിൽ ഫുൾ ഡൗട്ട് തീർത്തിട്ട് സാർമാരൊക്കെ പോകാറുണ്ട്. ഞങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു 24 hours. ഓക്കെ, പിന്നെ ഹോസ്റ്റലിലും ടീച്ചേഴ്സ് വരുമായിരുന്നല്ലോ അല്ലെ? ടോട്ടലി. പിന്നെ അതുപോലെ ഇപ്പം ഇൻ ക്ലാസ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ലൈക്ക് നിങ്ങളിപ്പം ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കണ്ടിട്ടുണ്ടല്ലോ. സോ രണ്ടിന്റെയും എക്സ്പീരിയൻസ് ഒന്ന് പറയാം. രണ്ടും ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഞങ്ങൾക്ക് ഒരേ കോൺസെപ്റ്റിൽ തന്നെ പല ആംഗിളിൽ ഓരോ ടീച്ചേഴ്സിനനുസരിച്ച് പല ആംഗിളിൽ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഒരു കോൺസെപ്റ്റിൽ തന്നെ ഞങ്ങൾക്ക് പല എക്സ്പ്ലനേഷൻ കിട്ടും. ചിലപ്പോൾ ഓൺലൈനിൽ കണ്ട് ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് എല്ലാം എന്നുണ്ടെങ്കിൽ ചിലർക്ക് കോൺസെപ്റ്റിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലാസ്സിൽ സാർമാർ അത് സാറ്റിസ്ഫൈ ചെയ്ത് തരും. ക്ലാസ് ആണെങ്കിലും ഒരു എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ജയിലിൽ നിന്നൊക്കെ ഉള്ള ഒരു ഫീൽ അല്ലാതെ ഫുൾ കാമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റും. റിലാക്സ്ഡ് എൻവയോൺമെന്റിലാണ്. ഹോസ്റ്റലിലെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഹോസ്റ്റൽ അങ്ങനെ തന്നെയാണ്. വാർഡനായാലും മെന്റർ ആയാലും ഒക്കെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ജോബ് എന്നുള്ള നിലക്കല്ലാതെ അവർ പേഴ്സണലി ഞങ്ങളായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവിധ കംഫർട്ടും ഇവിടെ തരുന്നു. മെന്റേഴ്സും വാർഡൻസും ഒക്കെ നിങ്ങളുടെ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ പറയുമ്പോൾ അഡ്രസ് ചെയ്യാറുണ്ട്? മെന്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എന്താ പ്രശ്നം, എന്തെങ്കിലും ഉണ്ടോ. അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങൾ കൺസേൺഡ് ആണ് അവർ. അപ്പം നമ്മൾ എല്ലാം ഞങ്ങൾക്ക് അവൈലബിൾ, അവരും 24 hours ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട്. പിന്നെ പ്രിപ്പറേഷനിലേക്ക് നമ്മൾ വരുമ്പം ഇപ്പൊ സ്കോർ ഇങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർ ദിസ് എൻറ്റയർ ഇയർ നിങ്ങളുടെ മോന്റെ സ്കോർ നന്നായിട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ട്. അപ്പൊ അതിന് എന്ത് ഹെൽപ്പ് ചെയ്തു? വാട്ട്സ് യുവർ ടേക്ക് ഹോം ഫ്രം സൈലം? ഇവിടുത്തെ DPP ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് വലിയൊരു മിസ്റ്റേക്ക് വരുന്ന ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റാത്ത, ലൈക്ക് കുറേ പഠിച്ച് ഒരേ സാധനം വീണ്ടും വീണ്ടും നോക്കി പോകുന്ന ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റാത്തായിരുന്നു വലിയൊരു മിസ്റ്റേക്ക് വരും. പക്ഷേ DPPയിൽ ഓൾമോസ്റ്റ് ഒരുപാട് പ്രീവിയസ് ഇയേഴ്സും ഒരു മോർ ദാൻ 100-200 ക്വസ്റ്റ്യൻസ് ഒരു DPP ഉണ്ട്. സോ അത് ഭയങ്കരമായിട്ട് തന്നെ ഒരു വലിയൊരു പ്രോഗ്രസ്സിലോട്ട് ആ DPP ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യുക്ക് റിവിഷനാണ്, മൈൻഡ് മാപ്പ് ഒക്കെ മൈൻഡ് മാപ്സ് യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ക്യുക്കായിട്ടൊരു എക്സാമിന്റെ പ്രീവിയസ് ഡേ GIP-നൊക്കെ പ്രീവിയസ് ഡേ ആണെങ്കിൽ പെട്ടെന്നൊരു ക്യുക്ക് റിവിഷൻ ആണെങ്കിൽ അത് മൈൻഡ് മാപ്പ് തന്നെ യൂസ് ചെയ്യാം. വേറെ എന്തൊക്കെ മെത്തേഡാ പഠിക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്? ബയോളജി ആണെങ്കിൽ പിന്നെ പ്യോർലി NCERT ആണ്, ലൈൻ ടു ലൈൻ പോവാറ്. ഫിസിക്സും DPPയും NCERT സോൾവ് ക്വസ്റ്റൻസും. കെമിസ്ട്രി മിക്സ് ആണ്, എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്. കെമിസ്ട്രി മിക്സ് ആയിട്ട് പോകുന്നത്. പ്യോർലി കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ഇവിടുത്തെ DPP തന്നെയാണ് സ്റ്റഡി മെറ്റീരിയൽ. അത് എഫക്റ്റീവ് ആയി തോന്നി? ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയി. ഓക്കെ, അപ്പൊ നീ 2024 നേടാൻ റെഡി ആണോ? സെറ്റ് ആണ്, കോൺഫിഡന്റ് ആണ്? അതെ അതെ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. എവിടെ പഠിക്കണം മോന്റെ ആഗ്രഹം? ദ ബെസ്റ്റ് ടൈംസ് തന്നെ പഠിക്കാൻ. ഓ, അവിടെ തന്നെ എത്തട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.